നമസ്കാരം. വൈവിധ്യങ്ങളുടെ നാടായ ഭാരതത്തിൽ എല്ലാ കാര്യത്തിലും എന്ന പോലെ രാഷ്ട്രീയത്തിനും അനേകം വൈവിധ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. ഈ നൂറുകണക്കിനുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രസക്തിയുമുണ്ട്. ഇന്നിതാ BJPയുടെ തന്നെ ഒരു ഉപഘടകമായിട്ടുള്ള OBC മോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് നമ്മളോടൊപ്പമുള്ളത് ട്രൂത്തിൽ, ശ്രീ ഋഷി പൽപു. OBC മോർച്ചയുടെ പ്രസക്തിയും വരാനിരിക്കുന്ന രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ കാലഘട്ടത്തിൽ, ഇലക്ഷൻ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് OBC മോർച്ച ചെയ്യുന്നത് എന്നും ഋഷി പൽപു എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ്റെ, സാമൂഹ്യ പ്രവർത്തകൻ്റെ സേവനങ്ങൾ അദ്ദേഹം സമൂഹത്തിന് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നതെന്നുമാണ് നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത്. നമസ്കാരം ഋഷി. നമസ്തേ. നമസ്തേ. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ OBC മോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അതിനുമപ്പുറത്തേക്ക് ഏറെക്കാലമായിട്ട് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് തൻ്റേതായിട്ടുള്ള ഒരു ഇടം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഋഷിയുടെ താല്പര്യം എന്ന് ഋഷി ഓഫ് ക്യാമറ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ OBC മോർച്ചയ്ക്ക് അകത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് ട്രൂത്തിനോട് വിശദീകരിക്കണം. ഒപ്പം OBC മോർച്ചയുടെ പ്രസക്തി എന്താണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ എന്നുകൂടി പറയും. തീർച്ചയായിട്ടും OBC മോർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഘടകമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 70-75% ആളുകൾ പിന്നോക്ക ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ഇവരുടെ ഒരു ലൈവ്ലിഹുഡിനെ നമ്മൾ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് OBC മോർച്ച പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത്. കഴിഞ്ഞ 60 വർഷക്കാലമായിട്ട് ഈ നാട് ഭരിച്ച LDF ആയാലും UDF ആയാലും ഈ അധസ്ഥിതരെ, ഈ പറയുന്ന പിന്നോക്കക്കാരെ, ദളിതരെ, അവരെ കൈകാര്യം ചെയ്യുന്നതിൽ പൂർണ്ണ പരാജയമാണ് ശരിക്കും ഈ രണ്ട് മുന്നണികളും നടത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ OBC മോർച്ച, ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ OBC മോർച്ച നാഷണൽ ലെവലിൽ മാനനീയ അമിത്ഷാജിയുടെ കാലഘട്ടത്തിലാണ് ഇപ്പോൾ OBC മോർച്ച നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ പ്രസക്തിയിൽ കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടിയിൽ OBC മോർച്ചയുടെ ഒരു പ്രാതിനിധ്യം ഒരുപാട് ആളുകളെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രത്യേകിച്ച് ഇതൊരു സവർണ വിഭാഗം ആളുകളുടെ ഒരു പാർട്ടി എന്നുള്ള ഒരു മുദ്ര കേരളത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗംഗ സവർണ ഹിന്ദുക്കളുടെ. അപ്പോൾ ഇതിൽ സവർണ ഹിന്ദുക്കളല്ല, മറിച്ച് ഇതിൽ എല്ലാ വിഭാഗം ഹിന്ദുക്കളുടെയും ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇന്ന് ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രി പോലും OBC മോർച്ചയിൽ OBC വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളായ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇതൊരു സവർണ വിഭാഗത്തിൻ്റെ പാർട്ടിയാണെന്ന് പറഞ്ഞു. മറിച്ച് അതിൻ്റെ കാലഘട്ടത്തിൽ മാറിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ OBC വിഭാഗത്തിലുള്ള ഒരുപാട് ആളുകൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്ത് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും, വരും കാലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ OBC മോർച്ച മാത്രമല്ല പല മോർച്ചകളുണ്ട്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നാളുകളാണ് വരുന്ന നാളുകളെന്ന് കേരളത്തിൽ ഉണ്ടാവുക എന്ന് അസന്നിഗ്ധമായിട്ട് ഉറപ്പിച്ച് പറയാൻ ഈ അവസരത്തിൽ എനിക്ക് സാധിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തോന്നലാണത്. ആശംസകൾ. പക്ഷേ ഒരു കാര്യം പറയട്ടെ, കോൺഗ്രസ് പാർട്ടിക്ക് കുറിച്ച് പറയുമ്പോൾ അവർക്കുമുണ്ട് അവരുടെ മൈനോറിറ്റിക്ക് വേണ്ടിയായിട്ട്, അതിനകത്തുള്ള മൈനോറിറ്റീസിന് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു ഫാക്ഷനുണ്ട്, അല്ലെങ്കിൽ ഒരു ഘടകമുണ്ട് എന്ന് പറയാം. ലെഫ്റ്റ് പാർട്ടീസിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഘടകമായിട്ട് അവർ വേർതിരിച്ച് പറയുന്നില്ലെങ്കിലും അവരെ അടിസ്ഥാനപരമായിട്ട് ദളിതർക്കും സ്ത്രീകൾക്കും അധസ്ഥിതർക്കും ഒക്കെ ആയിട്ടുള്ള പാർട്ടിയാണ് CPM എന്നാണ്, അല്ലെങ്കിൽ ക്ലാസ് ഇല്ലാതെയാക്കുന്ന ക്ലാസ്ലെസ് സൊസൈറ്റിയാണ് അവർ വിഭാവനം ചെയ്യുന്നതെന്നൊക്കെ പറയാറുണ്ട്. ഋഷി പൽപു എന്ന വ്യക്തി ഒരു സാമൂഹ്യ പ്രവർത്തകനാണെന്ന് നമുക്കറിയാം.
ഈ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ അതിന് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ലേബൽ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് OBC മോർച്ചയിലേക്ക് സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ഋഷി പൽപു കടന്നു വന്നത്? ഈ സാമൂഹിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് രണ്ടും ക്ലബ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു ഉത്തമനായ ഒരു സാമൂഹ്യ പ്രവർത്തകരെ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനമാവാൻ സാധിക്കൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. ഇവിടുത്തെ ജനങ്ങളെ സേവിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും നമ്മൾ അത് ഒരു തരത്തിലുള്ള വ്യതിചലനങ്ങളില്ലാതെ അത് സേവിക്കണം. ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് നമ്മളെ കൊണ്ട് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കണം. അപ്പോൾ ഒരു സാമൂഹികമായിട്ട് ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിക്ക് നല്ല രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള എൻ്റെ വിശ്വാസം. ഇത് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നുന്നൊരു കാര്യം, മറ്റു പല രാഷ്ട്രങ്ങളിലും നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ളവർ അവർക്കൊരു പ്രൊഫഷൻ ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ഉള്ളതായിട്ടോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തിന് ചില രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയവരോ അല്ലെങ്കിൽ അങ്ങനെ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിയ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ തന്നെയും ഒരു പ്രൊഫഷൻ, ഒരു ജോലി അവരുടെ ഭാഗമായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രം അത് അധികം കാണുന്നില്ല. ഇല്ല എന്നല്ല പറഞ്ഞ് വലിയ ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ദേശീയ നേതാക്കൾ അവർക്കൊരു പ്രൊഫഷൻ ഉള്ളതായിട്ടും പ്രൊഫഷൻ കൊണ്ടുപോകുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ. പക്ഷേ പൂർണ്ണമായി രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തൻ്റെ ബിസിനസ് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ബിസിനസ് ഉപേക്ഷിക്കുന്നില്ല, കാരണം പണം വരുന്ന വഴികൾ ആരും ഉപേക്ഷിക്കാറില്ല, പ്രൊഫഷൻ ഉപേക്ഷിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഋഷി പൽപു എന്ന വ്യക്തി ഒരു സാമൂഹ്യ പ്രവർത്തകനായിരിക്കുമ്പോൾ സ്വന്തം കാര്യങ്ങൾ, അതായത് കുടുംബം പുലർത്താനുള്ള കാര്യങ്ങൾ അത് ചെയ്തുകൊണ്ട് അതിനെ മാറ്റി വേറൊരു തട്ടിലും രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിനെ മറ്റൊരു തട്ടിലുമാക്കി നിർത്തി രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളാണോ, അല്ലെങ്കിൽ എല്ലാം അവസാനിപ്പിച്ച് പൂർണ്ണ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ പോകുന്ന ഒരാളാണോ? ഒരിക്കലുമല്ല. കുടുംബത്തിന് കൊടുക്കുന്ന സമയങ്ങളും കുടുംബകാര്യങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ട്. അതിനൊരു ടൈം മാനേജ്മെന്റ്. കുടുംബം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ച, സ്വന്തം പ്രൊഫഷനോ അല്ലെങ്കിൽ ബിസിനസ്സോ അത്തരം കാര്യങ്ങൾ. ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് എല്ലാ സമയവും അവരതിൽ മാത്രമാണ് മുഴുകുന്നത്. അവരുടെ ജോലി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. അപ്പോൾ ഞാൻ അതിശയിക്കാറുണ്ട്, ഇവിടെയുള്ള രാഷ്ട്രീയക്കാരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? MLA-യോ അല്ലെങ്കിൽ MP-യോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാനത്തെത്തിയാൽ അവർക്ക് ശമ്പളമോ പെൻഷനോ വരും. അല്ലാത്ത പക്ഷം അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? രാഷ്ട്രീയത്തിൽ നിന്ന് പണം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ അതിന്ന് വ്യംഗ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് എങ്ങനെയാണ് ഒരു എന്താ പറയുക സംശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിളിക്കാൻ സാധിക്കുക? അപ്പോൾ ഋഷിയെ സംബന്ധിച്ചിടത്തോളം ഋഷിയുടെ ബിസിനസ്സുകൾ കൊണ്ടുപോകുന്നതിനൊപ്പമാണോ ഇത് കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ഒരു ബിസിനസ് ഫാമിലിയാണ്. എൻ്റെ മുത്തച്ഛൻ്റെ കാലഘട്ടത്തിൽ തൊട്ട് ഞങ്ങൾ ഓയിൽ മില്ലിൻ്റെ ബിസിനസ്സിലാണ്. പിന്നെ എൻ്റെ അച്ഛൻ പലതരത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷനൊക്കെ വന്നു, കുറേ പ്ലാന്റേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ പാത പിന്തുടർന്ന് എനിക്ക് വലിയൊരു ബിസിനസ്സുകാരനാവണമെന്ന് മോഹമുള്ള ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ മുത്തച്ഛൻ എന്ന് പറയുന്ന വ്യക്തി PP രാമൻ, അദ്ദേഹം വലിയൊരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളർച്ചയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സമാജത്തിൻ്റെ വളർച്ചയും അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമാജത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സമ്പാദിച്ചതിൽ നിന്നാൽ ഒരു ശതമാനം ഈ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു. ഇതൊക്കെ SNDP യോഗത്തിന് മാത്രമല്ല, അവിടുത്തെ പാവപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളുടെയും ദളിതരുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടു വളർന്നൊരു സാഹചര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു ആളുടെ പേരക്കുട്ടിയായി ജനിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് ഞാൻ അഭിമാനിക്കുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള ആളുകളെ കൂടുതൽ സെർവ് ചെയ്യാനും ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാനും എനിക്ക് എപ്പോഴും എൻ്റെ ഒരു മനസ്സ് പറയും. ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാഷ്ട്രീയത്തിൽ പറയുമ്പോൾ ഈ രാഷ്ട്രീയക്കാരനായി നടക്കുമ്പോൾ നമ്മളെ ഒരുപാട് ആളുകൾ നമ്മളെ ഓരോ കാര്യങ്ങൾക്ക് നമ്മുടെ മുന്നിൽ വരും. അപ്പം നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് പല ആളുകൾക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വീടില്ല, മക്കൾക്ക് പഠിക്കാൻ പൈസയില്ല, ഇത്തരത്തിലുള്ള ആവശ്യങ്ങളായിട്ട് വേണ്ടത്. അപ്പം നമ്മളെ എന്ന് പറയുന്നത് നമ്മളൊരു നിമിത്തം മാത്രമാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ചെയ്യാനുള്ള ഒരു ലിമിറ്റേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് അത് നമ്മുടെ മനസ്സാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നമുക്ക്
അവരെ സഹായിക്കണം എന്നുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഈ വരുന്ന ആളുകളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ പല ആളുകളെയും സമീപിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. അതെന്റെ രാഷ്ട്രീയം അതിന് സഹായമാവുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മളൊരു പാർട്ടിയുടെ ആളായിട്ട് നമ്മൾ ഒരു പാർട്ടിയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആളുകൾ ചെല്ലുമ്പോൾ അവർ നല്ല രീതിയിലാണ് അവർ നമ്മളെ കാണുന്നത്, അക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ആവശ്യം പറയുമ്പോൾ അപ്പോൾ അവരത് നിരാകരിക്കാറില്ല സാധാരണ. നല്ല ആളുകൾ ഇപ്പോൾ നല്ലൊരു കാര്യം, ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഒരു വീട് പണിത് കൊടുക്കുന്ന കാര്യം, അല്ലെങ്കിൽ ചികിത്സാ സഹായ നിധി നമ്മൾ പറയുമ്പോൾ അത് നല്ല രീതിയിൽ വിനിയോഗിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസം ഈ തരുന്ന ആളുകൾക്കും ഉള്ളത് കൊണ്ട് അവർ കൂടുതലും നമുക്ക് ആളുകളെ സമീപിക്കാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കാറുണ്ട്. ഋഷി ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ്, ഋഷി ഒരുപാട് വീടുകൾ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഷെൽട്ടർ ഹോംസ് ഉണ്ടാക്കി കൊടുക്കുക, കുട്ടികളെ പഠിപ്പിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഋഷിയുടെ കൺമുന്നിൽ വരുന്ന അശരണരും അല്ലെങ്കിൽ ദീനരുമായിട്ടുള്ള ആളുകളെയൊക്കെ ഋഷിയെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ സഹായിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആയാലും ഒരുപാട് പദ്ധതികൾ MLA-മാരും MP-മാരും അനൗൺസ് ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ തമാശയായിട്ട് പറയാം, ഒരു 5 ലക്ഷം രൂപ മുടക്കി ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ബസ് ഷെൽട്ടർ ഉണ്ടാക്കുന്ന, ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ, ഇത് അധികമല്ലേ, ഈ ഒരു കാര്യത്തിന് ഇത്രയും തുക ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അധികമല്ലേ എന്നൊക്കെ ഒരു സാധാരണ വോട്ടർ എന്നുള്ള നിലയിൽ ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഋഷിയെ പോലെയുള്ളവർ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഈ പറഞ്ഞ പണത്തിന് ഒരു വീട് തന്നെ വെച്ച് കൊടുക്കുന്നതായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് പറയൂ. ഋഷി ഇപ്പോൾ തൃശ്ശൂർ ആണ് താമസിക്കുന്നതെന്ന് അറിയാം. അപ്പൊ എവിടെയൊക്കെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഋഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്? OBC മോർച്ചയുടെ കെയർ ഓഫിലാണോ? അല്ല, ഞാൻ എന്ത് ചെയ്താലും അത് എൻ്റെ പാർട്ടി വളരണം, അത് പാർട്ടിക്ക് അതിന്റെ ഗുണം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ അതിന്റെ അക്സെപ്റ്റൻസ് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കൂടുതലായിട്ട് തൃശ്ശൂർ ജില്ലയിലാണ് ഇപ്പോൾ എൻ്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറഞ്ഞപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് അധികം യാത്ര ചെയ്യാനൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ തൃശ്ശൂർ മാത്രം കേന്ദ്രീകരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ഈ എല്ലാം ലോക്ക്ഡൗണായി വന്നൊരു അവസരത്തിൽ ജനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യവൃത്തിക്ക് നമുക്ക് വകയില്ലാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി എന്താ പറയുക, കൂലിപ്പണി ചെയ്ത് അന്നാന്നത്തെ അന്നത്തിന് വേണ്ടി സമ്പാദിക്കുന്ന കുറേ ആളുകൾ പട്ടിണിയിലാവുന്ന ഒരു അവസ്ഥയിൽ വന്നു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും മാന്യ പ്രധാനമന്ത്രിജി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരോട് ഒരു ആഹ്വാനം നടത്തുകയാണ്. നിങ്ങളെല്ലാവരും അവരവരുടെ സ്ഥലത്ത് പോയി പാവങ്ങളെ കണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന് അദ്ദേഹം ഒരു സന്ദേശം ഞങ്ങൾക്ക് പ്രവർത്തകർക്ക് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം 4 മാസക്കാലം ഞാൻ മാത്രം ഏകദേശം ഒരു 3500 കുടുംബങ്ങളിലേക്ക് നമ്മൾ ഭക്ഷ്യക്കിറ്റുകൾ എത്തിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടപ്പോൾ കുട്ടികൾക്ക് പലവർക്കും അടിസ്ഥാന സൗകര്യം പോലും ഇല്ല, TV ഇല്ല, മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരുപാട് കുട്ടികൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലുടനീളമുണ്ട്. അപ്പോൾ ഞാനൊരു 100 ടാബ്ലറ്റുകൾ കൊടുക്കാമെന്ന് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോൾ പിന്നെ അത് എത്തി നിൽക്കുന്നത് എനിക്ക് ഏകദേശം 350ഓളം 400ഓളം കുട്ടികൾക്ക് എനിക്ക് ആ ടാബ്ലറ്റായിട്ടും TV ആയിട്ടും ലാപ്ടോപ്പായിട്ടും എനിക്ക് കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കത് ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഒരുപക്ഷെ ഞാനിപ്പോൾ ഇത് ചോദിച്ചത് കൊണ്ട് ഇത് പറയാൻ സാധിച്ചു. പക്ഷേ ഈ കോവിഡ് കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ അവസരമില്ല, ഞങ്ങൾക്ക് പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു അവസരത്തിലാണ് താങ്കളെ പോലെയുള്ളവർ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കരുത്, നിങ്ങളുടെ അടുത്തുള്ള ആളുകളുടെ പാവപ്പെട്ടവരുടെ അടുത്ത് പോയിട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ സഹായങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന് ഒരു അഭ്യർത്ഥന നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരും, അത് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലുടനീളം എല്ലാവരും ആ ദൗത്യം ഏറ്റെടുത്ത് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ജനങ്ങളെ സഹായിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ ആയാലും അല്ലെങ്കിൽ അസംബ്ലി ഇലക്ഷനൊക്കെ ആയാലും അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ OBC മോർച്ച ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അടുത്ത ഇലക്ഷനെ
അവരുടെ വോട്ടിനെയൊക്കെ സ്വാധീനിക്കുമെന്ന് നമ്മൾ ഒരിക്കലും രഞ്ജിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വോട്ടിന് വേണ്ടിയായിട്ട് മാത്രമായിരിക്കരുത്. അതിലേക്കാണ് ഞാൻ ചോദ്യം വരുന്നത്. പക്ഷെ ആ ചോദ്യത്തിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ് നിങ്ങളുടെ വായിൽ നിന്ന് വരാനായിട്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മുടെ നാട്ടിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇലക്ഷൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ വോട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അറിയണം എന്നുള്ളത് നല്ല പ്രവർത്തകരായിരിക്കണം, രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് വരേണ്ടത്, നല്ല സാമൂഹ്യ പ്രവർത്തകരായിരിക്കണം വരേണ്ടത് നമ്മൾ പറയുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള നല്ല പ്രവർത്തകരുടെ പ്രവൃത്തികൾ പൊതുജനം അറിയാതിരിക്കുകയും അല്ലാതെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയം മാത്രം പറയുന്ന പൊതുപ്രവർത്തനം കുറഞ്ഞിട്ടുള്ളവർ മുന്നിലേക്ക് എത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിന് എന്താണ് ഒരു പോംവഴി? ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ പറയിക്കാനായിട്ട് ചോദിച്ച ചോദ്യമാണ് ഇത്. ഒരു കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ എങ്കിലും നിങ്ങളെപ്പോലെയുള്ളവരാണ് മുന്നിലേക്ക് എത്തേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തുക എന്നുള്ള ഒരു അത്യാവശ്യ കാര്യമല്ലേ സാധാരണക്കാരിലേക്ക്? തീർച്ചയായിട്ടും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ കാണുന്ന പല ആളുകളുടെയും നമ്മൾ അവരുടെ കാര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമ്പോൾ ആ ആളുകളുടെ സന്തോഷം അവരെ ഒരു 10 പേരോട് അടുത്ത് ഈ കാര്യം അവർ ഷെയർ ചെയ്യും. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ തന്നെ ഒന്നും രാഷ്ട്രീയമായിട്ടോ പൊളിറ്റിക്കലായിട്ടോ ഒന്നും നമ്മളതിനെ കാണുന്നില്ല. മറിച്ച് നമ്മളിപ്പോൾ അവൻ മാർക്സിസ്റ്റുകാരനാണോ അല്ലെങ്കിൽ അവൻ കോൺഗ്രസ്സുകാരനാണോ അവൻ BJP-കാരനോ ആയിട്ടോ അല്ല നമ്മൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ആ ഒരു സൊസൈറ്റിയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ മാർക്സിസ്റ്റുകാരുണ്ടായിരിക്കും, കോൺഗ്രസ്സുകാരുണ്ടായിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് ആണ് നമ്മളവിടെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഞാൻ കുറച്ചും കൂടി പച്ചയ്ക്ക് നമുക്ക് ചോദിക്കാം. OBC മോർച്ചയിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീ ഋഷി ഒരു വീട് പണിത് കൊടുക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ, അതിന് പണം ചെലവാക്കാനായിട്ട് സ്വന്തം നിലയ്ക്ക് തീരുമാനിക്കുമ്പോൾ, അതിനായിട്ട് കണ്ടെത്തുന്ന ഒരു വ്യക്തി മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ അല്ലെങ്കിൽ മറ്റൊരു തത്വസംഹിതയിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അവർ അർഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സഹായം വീട് ചെയ്തിട്ടുണ്ടോ? ഇതുവരെയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. ഇപ്പൊ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? ഇപ്പം നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പം ഏകദേശം ഈ കോവിഡ് കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ ആദിവാസി മേഖലകളൊക്കെ ഉണ്ട്. പീച്ചിയുടെ ഭാഗത്ത് താമരവെള്ളച്ചാൽ എന്ന് പറഞ്ഞ പ്രത്യേക ഒരു സ്ഥലമുണ്ട്. അവിടെ ഈ ട്രൈബൽസിൻ്റെ ഏരിയയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ 1-2 ഫാമിലികൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള വീട് നമ്മൾ അന്ന് തന്നെ അവിടെ നിശ്ചയിച്ചു. നമ്മുടെ പ്രവർത്തകരെ വിളിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അവിടുത്തെ വീട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ പല ഭാഗത്തും ഈ ഇൻഫർമേഷൻ കിട്ടുന്ന അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകളെ നമ്മളെ സമീപിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു സഹായം കിട്ടും എന്നുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം നമ്മളൊരു 5-8 വീടിൻ്റെ നമ്മളൊരു പ്രപ്പോസൽ നമ്മൾ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 2 വീടിൻ്റെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട്. ബാക്കി പറഞ്ഞ പോലെ നല്ല എല്ലാ സൗകര്യങ്ങളുമുള്ള എത്ര ലക്ഷങ്ങൾ ചെലവാക്കി തന്നെ നമുക്ക് ഏകദേശം ഒരു ഈ പറഞ്ഞ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ ഒരു 5 ലക്ഷം രൂപ വരില്ലേ, ആ പൈസ പോലും നമുക്ക് ഒരു വീട് പണിയാൻ വേണ്ട ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ സൗകര്യങ്ങളും രണ്ട് ബെഡ്റൂം, അതുപോലെ ഒരു മെയിൻ ഹാള്, ഒരു കിച്ചൺ, അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടൊരു വീട് പണിയണമെങ്കിൽ നമുക്കൊരു 5 ലക്ഷം രൂപയിൽ ഈസിയായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള പദ്ധതി വിഹിതങ്ങൾ, ഇപ്പോൾ ലൈഫ് പദ്ധതി, അതുപോലെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ഒക്കെ ഇവിടെ ചില കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ പുതിയ പേരിലും പുതിയ രൂപത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികൾക്കൊക്കെ വേണ്ടിയിട്ട് കോടികൾ ചെലവഴിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് പ്രകാരം അത്രയും പണം ആവശ്യമില്ല, അല്ലെങ്കിൽ അത്രയും പണത്തിന് അത്രയധികം വീടുകളോ അത്രയധികം സൗകര്യങ്ങളോ പൊതുജനങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നുള്ളതാണോ ഋഷി പറഞ്ഞു വരുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ ലൈഫ് പദ്ധതി ഇപ്പോൾ 100 വീട് നമുക്ക് പണിതു കൊടുക്കണമെങ്കിൽ ഒരു 5 കോടി രൂപയുടെ ആവശ്യമുള്ളൂ. അവിടെ 25-30 കോടി രൂപയാണ് ഈ പറഞ്ഞ പദ്ധതിക്ക് വേണ്ടി നീക്കിരിപ്പ് വെച്ചിട്ടുള്ളത്. അതും വിദേശ രാജ്യങ്ങളിലുള്ള പല NGOസിൻ്റെ സഹായത്തിലാണ് ഇപ്പോൾ ഇതൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ നാട് വളരെ എന്താ പറയുക, ഫിനാൻഷ്യലി വളരെ സൗണ്ടാണ്. അതിനത്ര കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ന് നമ്മുടെ ആളുകളെ സമീപിച്ചാൽ പോലും നമുക്ക് ഇതിൽ കൂടുതൽ നമുക്ക് 100 അല്ല, ഒരു 500 വീട് വരെ നമുക്ക്
ഈ പറഞ്ഞ വടക്കാഞ്ചേരിയിൽ നമുക്ക് പണിത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പറയുമ്പോൾ നമ്മുടെയൊക്കെ ഇവിടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായാലും അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റ് ഹൗസസിനൊക്കെ ആയാലും അവരുടെ സമൂഹത്തിന് വേണ്ടി നീക്കി വെക്കുന്ന ഒരു ഫണ്ട് CSR ഫണ്ട് നമ്മൾ പറയും. അത്തരം ഫണ്ടുകളൊക്കെ പലപ്പോഴും വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഞങ്ങളെപ്പോലെയുള്ളവർക്കുണ്ട്, മാധ്യമപ്രവർത്തകർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ഫണ്ടുകൾ ഉപയോഗിച്ചും ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇപ്പോൾ BPCL, IOC അങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊക്കെ കോടിക്കണക്കിന് രൂപയുടെ CSR ഫണ്ട് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കാതെ പോകുന്നത് വേണ്ട വിധത്തിൽ? വേണ്ട രീതിയിൽ അവരെ അപ്രോച്ച് ചെയ്യാത്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇന്ത്യക്ക് അകത്തുള്ള ഇത്തരം സംഗതികളെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം എന്തുകൊണ്ടായിരിക്കും കേരളത്തിന് പുറത്തേക്ക്, ഇന്ത്യക്ക് പുറത്തേക്കുള്ള ഗ്രൂപ്പുകളെയും കൺസോർഷ്യങ്ങളെയും കോർപ്പറേറ്റുകളെയും സംഘടനകളെയും ഒക്കെ സമീപിക്കുന്നതിനുള്ളൊരു കാരണം? അതെനിക്ക് അതൊരു ഉത്തരം നൽകാൻ പറ്റുന്നൊരു ചോദ്യമല്ല. അപ്പം ഈ പല ഇപ്പം കേരള സർക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള BPCL, കൊച്ചിൻ റിഫൈനറി, IOC പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ഇടനിലക്കാർക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. കമ്മീഷൻ ഉണ്ടാവില്ല, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അപ്പൊ കേരളത്തിലെ സ്വപ്നമാരൊക്കെ കഷ്ടത്തിലാവും എന്നർത്ഥം അല്ലേ? അതെ അതെ അതെ. അപ്പം അത്തരത്തിലുള്ള ആ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകളും അല്ലെങ്കിൽ അന്യരാജ്യങ്ങളിൽ നിന്ന് പോലുമുള്ള സംഘടനകളുടെ സഹായമൊക്കെ വരുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാരതത്തിൽ ഇന്നിപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വിദേശ രാജ്യങ്ങളിൽ പോകേണ്ട അവസ്ഥയൊന്നും ഭാരതത്തിനില്ല. ഇന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ച് ഈ നാട് എന്താ പറയുക ലൂട്ട് ചെയ്ത് കൊണ്ടുപോയ ഒരു രാജ്യം ഇന്ന് തിരിച്ച് വീണ്ടും അതേ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഒരു സൂപ്പർ പവർ ആയി മാറാൻ പോകുന്ന ഇന്ത്യയിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഈ നക്കാപ്പിച്ച കാശിന് വേണ്ടി പിരിക്കേണ്ട ആവശ്യം നമ്മുടെ ഉള്ളിൽ നമ്മുടെ രാജ്യത്തിനകത്തുള്ള വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 3.5 കോടി ജനങ്ങൾ വസിക്കുന്ന ഈ കേരളത്തിൽ ഈ പറഞ്ഞ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം രഞ്ജനി. ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ ടാറ്റ ഗ്രൂപ്പ് വെറും എത്ര ദിവസം കൊണ്ടാണ് അവരൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി കൊടുത്തത്? അതൊരു മാതൃകയല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഇവിടെ ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്നും വലിയ കോർപ്പറേറ്റ് വിരോധം വെച്ച് പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. എന്നിട്ട് ടാറ്റ പോലെയുള്ള ഒരു സ്ഥാപനം വേണ്ടി വന്നില്ലേ ഇന്ന് കാസർഗോഡ് എത്ര വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അവരൊരു കോവിഡ് ഹോസ്പിറ്റൽ സെറ്റപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളെ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി ഈ പറഞ്ഞ സ്വപ്ന അതുപോലെ ശിവശങ്കരൻ ആ ഒരു കൂട്ടുകെട്ട് വിദേശത്ത് പോയി കാട്ട് കളക്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അല്ല, ചില കാര്യങ്ങൾ കോർപ്പറേറ്റ് ഹൗസസിനെയും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബോഡീസിനെയൊക്കെ ഈ പറയുന്ന പാർട്ടികൾ സമീപിക്കുകയും അവരുടെ സഹായം തേടുകയും ഒക്കെ ഉണ്ടാവുന്നുമുണ്ട്. അപ്പോൾ അതൊരു എന്താ പറയുക, നമുക്ക് മനസ്സിലാവും, പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 3.5 കോടി ജനങ്ങൾ വസിക്കുന്ന ഈ കേരളത്തിൽ OBC എന്ന് പറയുന്ന അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ നാടിൻ്റെ ഭരണം അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ ഭരണം തീരുമാനിക്കപ്പെടുന്നതിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലുമുള്ള OBC എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ സ്വാധീനം ചെറുതല്ല. തീർച്ചയായിട്ടും വരുന്ന ഇലക്ഷനിലും വരുന്ന കാലഘട്ടങ്ങളിലും OBC എന്ന് പറയുന്ന വിഭാഗം അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഇത്രയും വലിയ ശക്തമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. ആ ഒരു വിഭാഗം എങ്ങനെയായിരിക്കണം ഇനി ഇലക്ഷനെ കാണേണ്ടത്, വോട്ട് ചെയ്യുന്നതിനെ കാണേണ്ടത് എന്ന് പറയാൻ സാധിക്കും? തീർച്ചയായിട്ടും നമ്മുടെ ഈ കഴിഞ്ഞ 6 വർഷത്തെ ഭരണം, കേന്ദ്രത്തിൻ്റെ ഭരണം മാത്രം എടുത്ത് നോക്കി പരിശോധിച്ചാൽ മതി. ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ എല്ലാവിധ മീഡിയാസും ഉണ്ടല്ലോ, എല്ലാവരും ലാപ്ടോപ്പും സ്മാർട്ട് ഫോൺസും യൂസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ രഞ്ജനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? 6 വർഷക്കാലമായിട്ട് നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് ഒരു അലിഗേഷൻ പോലും ഒരാൾക്കും പറയാൻ സാധിച്ചിട്ടില്ല. മറിച്ച് ഈ നാടിനെ ഈ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പ്രവൃത്തിയും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമുക്കൊക്കെ എല്ലാവർക്കും അഭിമാനിക്കാനാണ് അദ്ദേഹത്തിൻ്റെ
ഈ 6 വർഷത്തെ ഭരണം. അപ്പോൾ ഈ OBC വിഭാഗത്തിൽ പെടുന്ന ഒരാൾ ഇന്ത്യയെ നയിക്കുമ്പോൾ ഇന്ന് കേരളത്തിലും OBC വിഭാഗങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരും. ഭാരതീയ ജനതാ പാർട്ടി അതോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞോളൂ. എന്തായാലും വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ, വരുന്ന ഇലക്ഷനിലും തീർച്ചയായിട്ടും കൂടും. ഈ പറഞ്ഞതുപോലെ ചെറിയ മാർജിൻ്റെ വ്യത്യാസത്തിൽ തോറ്റുപോയ ഇടങ്ങളിൽ ഈ പ്രാവശ്യം പൂർവാധികം ശക്തിയോടുകൂടി തന്നെ നിങ്ങളുടെ പാർട്ടി വരും. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത് നിൽക്കുന്ന പാർട്ടിയാണ്. ഐ ആം ടോക്കിംഗ് അബൌട്ട് വോട്ട് ഷെയറിൻ്റെ. മറ്റേത് ഒരു മുന്നണി സംവിധാനത്തിൽ വരുമ്പോൾ UDF LDF എന്ന് പറയുമ്പോൾ 10-20 പ്രാദേശിക പാർട്ടികളും രണ്ട് സൈഡിലും നിന്നിട്ടാണ് അവരുടെ വോട്ട് സൈഡ്. അല്ല, ഇതൊരു 16%-17% വോട്ട് എന്ന് പറയുന്നത് BJPക്ക് കൃത്യമായിട്ട് തന്നെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പക്ഷേ മറ്റ് മുന്നണി സംവിധാനത്തിലൂടെയാണ് ഭരണം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മുന്നണി സംവിധാനം BJPക്ക് ഇല്ലാത്തത് കൊണ്ടാണോ BJP എന്നും ഇങ്ങനെ മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒറ്റ പാർട്ടിയായി നിന്നുകൊണ്ട് തന്നെ കേന്ദ്രത്തിലെ പോലെ തന്നെ ഇവിടെയും ഉണ്ടായി വരും അങ്ങനെ ഒരു മാറ്റം എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട്? അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും. അത് മാറ്റം ഉണ്ടാവണമല്ലോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ഈ മാറ്റം നോക്കിക്കാണുകയാണല്ലോ, ഈ ഭരണം നോക്കിക്കാണുകയാണല്ലോ. ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം ജനങ്ങൾ നോക്കിക്കാണുകയാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിലെ അവസ്ഥ എന്താ? ഇന്നിപ്പോൾ സ്വർണവും ലഹരി മാഫിയയും ഈ പേപ്പർ തുറന്നാൽ ഇതിന് മാത്രം. അപ്പോൾ ഈ ഒരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിൽ. ആ മാറ്റം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും എല്ലാ ആശംസകളും ഋഷി. താങ്കളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു സാമൂഹ്യ പ്രവർത്തകനായി നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് ഒരു റെയർ കോമ്പിനേഷനാണ്. താങ്കളെപ്പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരെയാണ്, താങ്കളെപ്പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകരെയാണ് നമ്മുടെ നാടിനാവശ്യം. ഏതായാലും താങ്കളുടെ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് എന്നറിയാം. ഈ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചോദിച്ചറിയാൻ സാധിച്ചില്ല. എന്തായാലും നല്ലൊരു രാഷ്ട്രീയ ഭാവി താങ്കൾക്ക് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.